ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ത്രെഡ് പൈപ്പിംഗ് ചെയ്യാൻ അറിയാത്തവർക്ക് എങ്ങനെയാണ് ക്രോസ് പീസ് വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നെക്കിൽ ത്രെഡ് അതായത് ചുരിദാറിലാണെങ്കിലും ബ്ലൗസിലാണെങ്കിലും നെക്കിൽ ത്രെഡ് വെച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇതുപോലെയാണ്. നമ്മൾ ഫസ്റ്റ് പൈപ്പിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പീസ് എടുക്കുക, എന്നിട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ക്രോസ് ആയി കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ വൺ സൈഡ് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രോസ് പീസിൻ്റെ വൺ സൈഡ് ഫോൾഡ് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ ഇവിടെ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മളുടെ ക്രോസ് പീസിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഇതുപോലെ നെക്കിൽ വെച്ച് കൊടുക്കുക. നെക്കിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരേ അളവിലായിരിക്കണം തയ്യൽ തുമ്പ്. എത്രയും വീതി കുറച്ച് നമുക്ക് തയ്യൽ തുമ്പ് പിടിക്കാൻ പറ്റുമോ അത്രയും വീതി കുറച്ച് ഇതുപോലെ പതുക്കെ ഒരേ അളവിൽ തയ്യൽ തുമ്പ് ഒരേ അളവിലായിരിക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇവിടെ ക്രോസ് പീസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇതുപോലെ ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരേ അളവിലായിരിക്കണം. ഒരേ അളവിൽ തയ്യൽ തുമ്പ്, അതായത് നമ്മുടെ പൈപ്പിങ് ഒരേ അളവിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പൈപ്പിങ്ങിൻ്റെയും നമ്മുടെ ഇപ്പോൾ ഈ പീസ്, അതായത് ബ്ലൗസ് പീസിൻ്റെയും പൈപ്പിങ്ങിൻ്റെയും സെൻറ്ററിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ സ്റ്റിച്ചിങ് പൈപ്പിങ്ങിൻ്റെ മേലെയും തട്ടരുത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഈ ബ്ലൗസിൻ്റെ പീസിൻ്റെ മേലെയും തട്ടരുത്. അല്ലാതെ ഇതിൻ്റെ സെൻറ്ററിലൂടെ വേണം പൈപ്പിംഗ് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് കൊണ്ടുപോകാനായിട്ട്. എങ്കിലേ നമ്മുടെ പൈപ്പിംഗ് നല്ല ഉരുണ്ട് വൃത്തിയായിട്ട് ഫിനിഷിങ്ങിൽ നമുക്ക് വരുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഓക്കെ, ബൈ.